ഇത് കൊള്ളാലോ. നമ്മൾ വലിയ മൃഗങ്ങളുടെ വലിപ്പമുള്ള ഒരു ചിത്രശലഭം. ആ പൂമ്പാറ്റ അവരുടെയൊക്കെ അടുത്തെത്തിയപ്പോഴാ അറിഞ്ഞത് രാമുവിനേക്കാളും അത് വലുതായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് തോന്നുന്നത് ഈ ചിത്രശലഭത്തിന്റെ അമ്മ അതിനൊരുപാട് കോംപ്ലാൻ കൊടുക്കുന്നുണ്ടെന്നാണ്. ഇത് എന്നെക്കാളും വലിപ്പമായി. മിങ്കു കുരങ്ങൻ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. കൂടെ നിന്ന കാണ്ടാമൃഗത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഷേർഖാൻ ആണെങ്കിൽ കൂട്ടിലകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഈ കാട്ടിൽ പുതിയൊരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്. കാട്ടിലുള്ള എല്ലാവരും എന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. കുറച്ചു കഴിഞ്ഞ് മിങ്കു കുരങ്ങൻ ഒരു കല്ലിലിരിക്കുകയായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും തല കുനിച്ച് അവന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇന്നു മുതൽ ഇപ്പോൾ മുതൽ മാംസാഹാരികളായ എല്ലാ മൃഗങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു മടിയും കൂടാതെ സസ്യബുക്കുകളെ വേട്ടയാടേണ്ടതാണ്. പരുന്തിനും കഴുകനും എപ്പോൾ വേണമെങ്കിലും പക്ഷികളെ തിന്നാവുന്നതാണ്. ഇതെന്താ പറയണേ മഹാരാജാവേ? ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞങ്ങളെപ്പോലത്തെ പക്ഷികൾ എങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കും? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓടുക, ഓടിക്കൊണ്ടേയിരിക്കുക. ഇത് കേട്ട് ഗോൾഡി പരന്ത് നേരെ ടീനുക്കിളിയുടെ അടുത്ത് വന്നു. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! ടീനുക്കിളി ജീവനും കൊണ്ടോടി. ഗോൾഡി പരന്തു അതിന്റെ പുറകെ. പുതിയ രാജാവ് ഞങ്ങൾക്ക് വേട്ടയാടാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ പട്ടാപ്പകലിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ കൊല്ലുന്നതാണ്. ഇത് കണ്ട് മിങ്കു കുരങ്ങൻ ചെറിയ അഹങ്കാരത്തോടെ ചിരിക്കാൻ തുടങ്ങി. പറയൂ മിങ്കു മഹാരാജാവ് ജയിക്കട്ടെ എന്ന്. ഇത് കേട്ടിട്ട് മറ്റു മൃഗങ്ങൾ മിണ്ടാതിരുന്നു. ഒരു ജിറാഫ് മുമ്പിലേക്ക് വന്നു പറഞ്ഞു, നിന്നെപ്പോലൊരു ദുഷ്ടനെ ഞങ്ങൾ രാജാവായി അംഗീകരിക്കില്ല. എന്തു പറഞ്ഞു? എന്നെ രാജാവായി അംഗീകരിക്കില്ലെന്നോ? എങ്കിലിതാ. മിങ്കു കുരങ്ങൻ അപ്പൊ തന്നെ മാന്ത്രികം ഉപയോഗിച്ചു. അങ്ങനെ ജിറാഫ് ഒരു എലിയായി. ഇതെന്താ? ഇതെങ്ങനെ സംഭവിച്ചു? പറയൂ. എനിക്ക് വേണ്ടി ജയ് വിളിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ അപ്രത്യക്ഷനാക്കും. എല്ലാവർക്കും അവനെ ഇപ്പൊ പേടിയായി. അവന് വേണ്ടി എല്ലാരും ജയ് ജയ് വിളിക്കാൻ തുടങ്ങി. മിങ്കു മഹാരാജാവ് കി ജയ്. രാമു ആന, ചോട്ടുമാൻ, പുള്ളിപ്പുലി ഒരു മരത്തിന്റെ അടിയിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ വഞ്ചകനായ മിങ്കു കുരങ്ങിന് ഷേർഖാൻ ഒരിക്കലും ആ മാന്ത്രികപ്പഴം നൽകില്ലായിരുന്നു. അത് കഴിച്ചപ്പോൾ അവൻ ഈ കാടിന്റെ രാജാവായി മാറിയിരിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ രാജാവിനെ മോചിപ്പിക്കണം. അങ്ങനെ ഈ കാടിന് വീണ്ടും സ്വാതന്ത്ര്യം കൊടുക്കണം. അവനിപ്പോ വലിയ ശക്തിശാലിയായി മാറിയിരിക്കുകയാ. എനിക്കറിയില്ല നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോഴേക്കും ചോട്ടുമാൻ ഒരു പൂമ്പാറ്റയെ കാണും. അപ്പൊ അവനെന്തോ ഓർമ്മ വന്നു. കൂട്ടുകാരെ, നമ്മുടെ കാട്ടിലൊരു വാതിലുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് ഷേർഖാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വാതിൽ ബട്ടർഫ്ലൈ ലാൻഡിലാണുള്ളത്. മാത്രമല്ല അവിടെയുള്ളത് കാട്ടിലുള്ള വിചിത്രമായ ജീവികളാണ്. ബട്ടർഫ്ലൈ ലാൻഡ്? അതെ, എനിക്ക് തോന്നുന്നത് സഹായത്തിനായി നമ്മൾ അവിടെ പോവേണ്ടതുണ്ടെന്നാ. അങ്ങനെ 3 പേരും വടക്കോട്ട് പോയി. അവിടെ ഒരു ചുമന്ന വാതിലുണ്ടായിരുന്നു. 3 പേരും അതിന്റെ അകത്ത് കയറി. അതൊരു ബട്ടർഫ്ലൈ ലാൻഡ് ആയിരുന്നു. അവര് കുറച്ചൊന്നു മുമ്പോട്ട് നടന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അവർക്ക് അവിടെ ഒരു പൂമ്പാറ്റയെ കാണാൻ പറ്റി. ബട്ടർഫ്ലൈ ലാൻഡിൽ മൃഗങ്ങളോ? നിങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇത് കൊള്ളാലോ. നമ്മൾ വലിയ മൃഗങ്ങളുടെ വലിപ്പമുള്ള ഒരു ചിത്രശലഭം. ആ പൂമ്പാറ്റ അവരുടെയൊക്കെ അടുത്തെത്തിയപ്പോഴാ അറിഞ്ഞത് രാമുവിനേക്കാളും അത് വലുതായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് തോന്നുന്നത് ഈ ചിത്രശലഭത്തിന്റെ അമ്മ അതിനൊരുപാട് കോംപ്ലാൻ കൊടുക്കുന്നുണ്ടെന്നാണ്. ഇത് എന്നെക്കാളും വലിപ്പമായി. നീ ചോട്ടുമാനല്ലേ? അമ്മ ഒരുപാട് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബട്ടർഫ്ലൈ ലാൻഡിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഇവർ രണ്ടുപേരെന്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ രാജാവിനെ കാണണം. ആണോ? അതിനെന്താ, വരൂ എന്റെ കൂടെ. ആ പൂമ്പാറ്റ ഇവർ 3 പേരെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സിംഹാസനത്തിൽ മയിലിരിക്കുകയായിരുന്നു. ആ കൊള്ളാലോ. നീയാണോ ചോട്ടുമാൻ? അതെ മഹാരാജൻ. ഞാൻ നിന്നെക്കുറിച്ചുള്ള ധീര കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പറയൂ, ഈ ബട്ടർഫ്ലൈ ലാൻഡിലേക്ക് വന്നതിന്റെ ഉദ്ദേശം പറയൂ. മയിൽ രാജാവിനോട് ചോട്ടുമാൻ എല്ലാം പറഞ്ഞു. അദ്ദേഹത്തിനും അത് സങ്കടമായി. ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. പക്ഷേ മാന്ത്രിക മരത്തിന്റെ പഴം കഴിച്ച അവന്റെ ശക്തിയൊക്കെ നിഷ്പ്രഭമാക്കാൻ നമുക്ക് കഴിയും. അങ്ങ് എന്താണ് പറഞ്ഞത്? സത്യമാണോ? എങ്കിൽ പറയൂ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്റെ കൂടെ വരൂ. മയിൽ രാജാവ് കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. അവിടെ വെള്ളിയുടെ ഒരു മരമുണ്ടായിരുന്നു.
പക്ഷെ അതിൽ പച്ച നിറത്തിലെ ഫലമുണ്ടായിരുന്നു. ഇതാണ് ആ പഴം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണമരത്തിന്റെ പഴത്തിന്റെ ശക്തി ഇല്ലാതാക്കാൻ കഴിയും. വളരെ നന്ദി മഹാരാജൻ. ആന ആ ഫലം പറിച്ചെടുത്ത് ചോട്ടുമാന് കൊടുത്തു. പഴത്തിന്റെ കൂടെ ഞാൻ രാമുവാനയ്ക്ക് ഒരു ശക്തി കൂടി തരുന്നു. എപ്പോഴൊക്കെ വായുവിൽ തുമ്പിക്കൈ ഉയർത്തുന്നുവോ അപ്പോൾ കുറച്ച് സമയത്തേക്ക് അപ്രത്യക്ഷനാകാൻ കഴിയും. പിന്നെ ആരും നിന്നെ കാണില്ല. വളരെ നന്ദിയുണ്ട് മഹാരാജൻ. മയിൽ രാജാവിനോട് യാത്ര പറഞ്ഞ അവര് മൂന്നുപേരും തിരിച്ചവരുടെ കാട്ടിലേക്ക് വന്നു. കൊട്ടാരത്തിന്റെ പുറത്തുനിന്ന് അവരൊന്ന് ആലോചിച്ചു. രാമുവാന അവന്റെ തുമ്പിക്കൈ കൊണ്ട് ഒന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് പതുക്കെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് ഷേർഖാന്റെ കൂട്ടിന്റെ അവിടെ നിന്നു. പുള്ളിപ്പുലി അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നു. ഒരു പ്രശ്നമുണ്ട് മഹാരാജൻ, ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി ബഗീര? എന്താണെങ്കിലും പറയൂ. ചോട്ടുമാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കൊല്ലാൻ വേണ്ടിയോ? എട വിഡ്ഢി, എന്നെ ആർക്കും കൊല്ലാനാവില്ല. ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തിശാലിയായി ആരും തന്നെയില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ചോട്ടുമാൻ ബട്ടർഫ്ലൈ ലാൻഡിൽ പോയി ആ പഴം കഴിച്ചതിന് ശേഷം അവന്റെ ശക്തി അങ്ങയുടെ ശക്തിയേക്കാൾ വളരെ കൂടുതലാണ്. ഇതെന്താ ഈ പറയുന്നത്? ബട്ടർഫ്ലൈ ലാൻഡിലെ പഴമോ? അപ്പോഴേക്ക് ചോട്ടുമാൻ ആ ഫലവും കൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി വന്നു. എടാ ദുഷ്ടക്കുരങ്ങേ, ഞാൻ നിന്നെ എന്നേക്കുമായി തീർക്കാൻ പോവാ. ഈ പഴം കഴിച്ചാൽ എനിക്ക് നിന്നേക്കാൾ അധികം ശക്തി ലഭിക്കുന്നതാണ്. അത് ശരി, അങ്ങനെയാണല്ലേ? അങ്ങനെ മിങ്കു കുരങ്ങൻ അവന്റെ വിരലെടുത്ത് മായാജാലം ചെയ്ത് ചോട്ടുമാന്റെ കയ്യിലിരുന്ന ആ ഫലം തന്നെത്താനെ കുരങ്ങന്റെ കയ്യിലെത്തി. അയ്യോ അരുത്, ആ പഴം കഴിക്കരുതേ ദുഷ്ട. ഈ പഴം കഴിച്ച് മറ്റാരും എന്നേക്കാൾ വലിയ ശക്തനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പഴം ഞാൻ തന്നെ കഴിക്കാം. മൃഗങ്ങൾ പേടിച്ചുപോയി. എന്നിട്ട് മിങ്കു കുരങ്ങൻ ആ ഫലം പെട്ടെന്ന് കഴിച്ചു. വേണ്ട. ആ, നല്ല സ്വാദുള്ള പഴമാണ്. ഇനി കണ്ടോ ചോട്ടുമാനെ, ഞാൻ നിന്നെ എങ്ങനെയാണ് തീർക്കാൻ പോകുന്നതെന്ന്. അവൻ അപ്പൊ തന്നെ അവന്റെ വിരലെടുത്ത് നേരെ ചോട്ടുമാന് വീശി. പക്ഷെ അവന് ഒന്നും സംഭവിച്ചില്ല. അല്ല, ഇതെന്തു പറ്റി? എന്റെ ശക്തി എന്താ ഒന്നും പ്രവർത്തിക്കാത്തത്? ഈ പഴം നീ കഴിച്ചതോടുകൂടി സ്വർണ്ണമരത്തിന്റെ പഴം കഴിച്ചിട്ടുള്ള നിന്റെ ശക്തിയെല്ലാം പോയിരിക്കുകയാണ്. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്റെ ബുദ്ധിയായിരുന്നു. അതില് വീണ് നീ കുടുങ്ങിപ്പോയി. അങ്ങനെ നിന്റെ ശക്തിയും പോയി. ഞാൻ നിന്നെ വെറുതെ വിടില്ല ചോട്ടുമാനെ. അപ്പോഴേക്ക് രാമുവാന ഷേർഖാന്റെ കൂട് തുറന്നു വിട്ടു. ദുഷ്ടനായ കുരങ്ങ, വേണ്ട. ഷേർഖാൻ നേരെ മിങ്കു കുരങ്ങനെ ആക്രമിച്ച് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ നാശത്തിന് ഒരു അവസാനമായി. എല്ലാ മൃഗങ്ങൾക്കും സ്വന്തമായി. അതുപോലെ രാജാവിനെ സ്വതന്ത്രനായി കണ്ടപ്പോ സന്തോഷമായി. ചോട്ടുമാനെ, നീ വീണ്ടും ഒരു തവണ കൂടി നിന്റെ ധീരതയും ബുദ്ധിസാമർത്ഥ്യവും തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം നീ അഭിമാനമാണ്. അങ്ങനെ ചോട്ടുമാൻ ആ കാട്ടിലെ എല്ലാവരുടെ പ്രിയപ്പെട്ടവനായി മാറി. അങ്ങനെ വീണ്ടും രഹസ്യമായ ആ കാട്ടിൽ സന്തോഷം വരാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ ഈ മരത്തിന്റെ ശിഖരം ഒടിച്ച് അതിൽ നിന്നും വരുന്ന കറ നമ്മളുടെ കണ്ണിലൊഴിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എത്ര ഷാർപ്പായി മാറുമെന്നാൽ ആ സിംഹവും ചെന്നായും എത്ര ദൂരെ നിന്ന് വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഒരു കാട്ടിൽ ഷേരു എന്നൊരു സിംഹമുണ്ടായിരുന്നു. തനിക്ക് വേട്ട കിട്ടാനായി ഷേരു ഒരു ചെന്നായെ ജോലിക്കാരിയായി വച്ചിരുന്നു. അത് മറ്റു മൃഗങ്ങളെ എപ്പോഴും നിരീക്ഷിക്കും. ഏതെങ്കിലും ഒരു മൃഗത്തെ തനിച്ചു കണ്ടാൽ അത് സിംഹത്തിനോട് ചെന്ന് പറയും. അപ്പോൾ ആ സിംഹവും തക്കം നോക്കി ആ മൃഗത്തെ വേട്ടയാടും. സിംഹം തിന്നതിനു ശേഷം ബാക്കി വരുന്നത് ആ ചെന്നായയ്ക്കും കൊടുക്കും. ഒരു ദിവസം ആന, കുരങ്ങ്, കരടി, മാൻ എല്ലാവരും കൂട്ടം കൂടി ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. കുരങ്ങ് മരത്തിനു മുകളിലിരുന്ന് ചെന്നായെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. എപ്പോൾ മുതൽ ആ ചെന്നായ സിംഹത്തിന്റെ കൂടെയായോ? അപ്പോൾ മുതൽ ജീവിക്കാൻ തന്നെ പാടായി. ആ ചെന്നായ പതിയെ വരും. തനിച്ച് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അത് നേരെ പോയി ആ സിംഹത്തിനോടും പറയും. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ പതിയെ ഓരോരുത്തരെയുമായി ആ സിംഹം എല്ലാവരെയും കൊല്ലും. ഇതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യണമെന്നാൽ അവരെ രണ്ടുപേരെയും നമ്മൾ എങ്ങനെയെങ്കിലും വേർപിരിക്കണം. എനിക്ക് ഒരു ഐഡിയ പോലും തോന്നുന്നില്ല.
ഒരുപക്ഷെ മോട്ടുമാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഉറപ്പായും ഒരു ഐഡിയ പറയുമായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. ഒരുപക്ഷെ ഈ കാട്ടിൽ ഈ മരമില്ലായിരുന്നെങ്കിൽ മോട്ടു നമ്മുടെ കൂടെ തന്നെ കാണുമായിരുന്നു. കരടി അടുത്തുള്ള മരത്തിനു നേരെ കൈ കാണിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ മരമില്ലായിരുന്നെങ്കിൽ മോട്ടു ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? മോട്ടു ഈ സ്ഥലത്തിലേക്ക് വരികയായിരുന്നു. അന്ന് നല്ല വെയിലുമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഈ മരത്തിന് താഴെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ മരത്തിൽ നിന്നും എന്തോ ഒരു കറ താഴെ വീണു. അത് അവന്റെ കണ്ണിലും വീണു. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും ആ മരത്തിന്റെ ചില്ലയിലേക്ക് നോക്കി. അപ്പോൾ ആന പറഞ്ഞു, അയ്യോ അതെ, ആ മരത്തിൽ നിന്നും എന്തോ കറ വീഴുന്നുണ്ടല്ലോ. അത് കാണാൻ വെറും കറ പോലെയാ, എന്നാൽ അത് വളരെ ആപത്തേറിയതാ. എപ്പോൾ ആ കറ വീണോ കുറച്ചു നേരത്തിനുള്ളിൽ മോട്ടു അന്ധനായി മാറി. അതിനുശേഷം അവന്റെ കണ്ണ് അവന് ഒട്ടും തന്നെ കാണാതെയായി. അന്ധനായി കഴിഞ്ഞ് അവൻ അവിടെയും ഇവിടെയുമായി കുറെ നാൾ കറങ്ങി നടന്നു. അതിനുശേഷം അവൻ എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇത് കേട്ടതും എല്ലാവർക്കും സഹതാപം തോന്നി. ആനയപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു, കൂട്ടുകാരെ, സിംഹത്തിനെയും ചെന്നായെയും വേർതിരിക്കാൻ എന്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്. അങ്ങനെ ആനയപ്പോൾ തന്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടതും എല്ലാവരും സന്തോഷത്തിലായി. ചെന്നായ സിംഹത്തിനോട് മൃഗങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് മാത്രം പറയാതെ മൃഗങ്ങൾ തമ്മിൽ എന്താണ് സംസാരിക്കുന്നു എന്നുള്ളതും സിംഹത്തിനോട് പറയുമെന്നുള്ളതും അവർക്കറിയാം. വൈകുന്നേരം എല്ലാ മൃഗങ്ങളും ആ മരത്തിനു താഴെ മനഃപൂർവ്വം കൂട്ടം കൂടി. ചെന്നായെ അവിടെ വരുത്താൻ വേണ്ടി ആനയും കരടിയും മാനും എല്ലാവരും മനഃപൂർവ്വം ശബ്ദത്തിൽ സംസാരിച്ചു. കുരങ്ങ് നിശബ്ദമായി മരത്തിനു മുകളിൽ കാവൽ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ചെന്നായ അതുവഴി വരുന്നത് കുരങ്ങൻ കണ്ടു. കൂട്ടുകാരെ, ആ ചെന്നായ നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പദ്ധതി അനുസരിച്ചുള്ള എല്ലാ ജോലികളും തുടങ്ങൂ. കുരങ്ങൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ വീണ്ടും ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഈ ചിരി കേട്ടതും ചെന്നായ വേഗത്തിൽ നടന്നു വരാൻ തുടങ്ങി. അങ്ങനെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അവർ പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. കൂട്ടുകാരെ, ഇനി ആ സിംഹത്തിന്റെ അടുത്തും ചെന്നായുടെ അടുത്തും നമ്മൾ അകപ്പെടുകയേയില്ല. കാരണം നമ്മുടെ കയ്യിൽ മാന്ത്രിക മരത്തിന്റെ ചില ശിഖരങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ ഈ മരത്തിന്റെ ശിഖരം ഒടിച്ച് അതിൽ നിന്നും വരുന്ന കറ നമ്മളുടെ കണ്ണിലൊഴിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എത്ര ഷാർപ്പായി മാറുമെന്നാൽ ആ സിംഹവും ചെന്നായയും എത്ര ദൂരെ നിന്ന് വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇത് കേട്ടതും ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു, ഇവരുടെ ഈ പദ്ധതി ഇവരെ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ചെന്നായ അവിടെ നിന്നും ഓടി. അത് നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി. ചെന്നായ പോയതും കുരങ്ങൻ മരത്തിലിരുന്ന് പറഞ്ഞു, കൂട്ടുകാരെ, നമ്മളുടെ പ്ലാൻ ഇപ്പോൾ സക്സസ് ആകാൻ പോകുന്നു. ആ ചെന്നായ സിംഹത്തിനോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ മൃഗങ്ങളെല്ലാം സന്തോഷിച്ചു. എന്നിട്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെന്നായ സിംഹത്തിന്റെ കൂടെ വന്നു. ആന അവരെ കണ്ടപ്പോൾ നിശബ്ദമായി നിന്നു. എന്നോട് പറ, നിങ്ങൾ എല്ലാവരും ഏത് മരത്തിന്റെ കറയെക്കുറിച്ചാണ് പറയുന്നത്? ആ കറ ഒഴിച്ചാൽ ദൂരെയുള്ള വസ്തുക്കളും നമുക്ക് കാണാൻ പറ്റുമല്ലേ? മരത്തിന്റെ ശിഖരങ്ങളും കറയുമോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നീ ഒരുപാട് ബുദ്ധിശാലിയാണെന്ന് വിചാരിക്കണ്ട. നീ ഈ മരത്തിനെ കുറിച്ച് പറയുന്നതെല്ലാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇത് കേട്ട് ആന ഇങ്ങനെ പറഞ്ഞു, നിങ്ങളത് കേട്ടോ? ശരി, ഞാൻ പറയാം. ഇതാ ഈ കാണുന്ന മരമില്ലേ, ഈ മരത്തിൽ നിന്നും ഒരു കറ വരും. ആ കറ കണ്ണിലൊഴിച്ചാൽ നമ്മുടെ കാഴ്ചശക്തി കൊണ്ട് ദൂരെയുള്ളത് വരെ കാണാം. ഇപ്പോൾ വരെ ആ കറ ആരൊക്കെ കണ്ണിലൊഴിച്ചോ അവരെല്ലാവരും താങ്കൾ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഓടും. എന്നാൽ ഞാൻ മാത്രം അത് ഒഴിച്ചില്ല. ഇനി മുതൽ നിങ്ങളുടെ ഈ ശ്രമം ഫലിക്കുകയില്ല. ഞാനും ഇതിന്റെ കറ എന്റെ കണ്ണിൽ ഒഴിക്കാൻ പോവുകയാ. എന്നാൽ സിംഹമേ, താങ്കൾക്ക് എങ്ങനെ താങ്കളുടെ കണ്ണിൽ അത് ഒഴിക്കാൻ പറ്റും? ശിഖരം വളരെ പൊക്കത്തിലോ? അത്രയും പൊക്കത്തിൽ താങ്കൾ എങ്ങനെ പോകും? ഞാൻ ഈ കാടിന്റെ രാജാവാണ്, മനസ്സിലായോ? അപ്പോൾ സിംഹം മരത്തിനു മുകളിലിരുന്ന കുരങ്ങനെ നോക്കി പറഞ്ഞു, കുരങ്ങേ,
നീ ഇരിക്കുന്ന ആ മരത്തിന്റെ ഒരു ശിഖരം ഒടിച്ച് താഴേക്ക് ഇട്. ഇത് കേട്ട് കുരങ്ങൻ തലയാട്ടി. അതൊരു ശിഖരം പൊട്ടിച്ച് താഴേക്കും എറിഞ്ഞു. ഏയ് ആനെ, ഇപ്പോൾ ഈ കറ എങ്ങനെ ഒഴിക്കണമോ അതെന്റെ കണ്ണിലേക്ക് ഒഴിക്ക്. ആ ശരി, 2 കണ്ണുകളും തുറക്കൂ. ഞാൻ ഈ ശിഖരം നന്നായി പിഴിഞ്ഞ് അതിലുള്ള കറ ഒഴിക്കാം. ഇത് കേട്ട് സിംഹം പറഞ്ഞു. ആ വേഗം ചെയ്യ്. സിംഹം പറയുന്നത് കേട്ട് ആന കുരങ്ങനെ നോക്കി ചിരിച്ചു. എന്നിട്ട് താഴെ കിടക്കുന്ന ആ ശിഖരം തന്റെ തുമ്പിക്കൈ കൊണ്ട് പൊക്കി. അതിൽ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു. ആന ആ ഇലകളെ തന്റെ തുമ്പിക്കൈ കൊണ്ട് സിംഹത്തിന്റെ മുകളിൽ വെച്ച് എങ്ങനെ പിഴിഞ്ഞെന്നാൽ ഒരു വലിയ തുള്ളി ആ സിംഹത്തിന്റെ കണ്ണിൽ പോയി വീണു. എന്നിട്ട് ഒട്ടും വൈകിക്കാതെ സിംഹത്തിന്റെ മറ്റൊരു കണ്ണിലും ഒരു വലിയ തുള്ളി ഇട്ടു. മഹാരാജാവേ, താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? ആഹാ, നല്ല രസമുണ്ട്, നല്ല തണുപ്പ്. സിംഹം കുറച്ചുനേരം കണ്ണുകൾ തുറന്നില്ല. സിംഹം ആ തണുപ്പ് രസിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ കണ്ണുകൾ നീറാനും തുടങ്ങി. പിന്നെ വേദന കൊണ്ടത് നിലവിളിക്കാനും തുടങ്ങി. ആ എന്താ ഇത്? കണ്ണ് നീറുന്നു. പിന്നെ എനിക്ക് കണ്ണും കാണാൻ പറ്റുന്നില്ല. നീറുന്നേ, നീറുന്നേ. അപ്പോൾ ഒളിച്ചിരുന്ന എല്ലാ മൃഗങ്ങളും വെളിയിലേക്കും വന്നു. സിംഹം കണ്ണു തുറന്നു. എന്നാൽ ഇപ്പോൾ അത് അന്ധനായി മാറി. സിംഹം അവിടെയും ഇവിടെയും മുട്ടി മറിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. പിന്നെ എഴുന്നേറ്റ് അലറാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഇതൊക്കെ എന്താ? അദ്ദേഹത്തിന് എന്താ കണ്ണു കാണാത്തത്? ഇതെല്ലാം ഞങ്ങളുടെ പദ്ധതിയായിരുന്നു, നിങ്ങൾ 2 പേരുടെയും കയ്യിൽ നിന്നും മോചനം കിട്ടാൻ. ഇനി സിംഹത്തിന് കാണാൻ പറ്റില്ല, അതുപോലെ നിനക്കിനി ഒരു ജോലിയും കാണില്ല. ഇങ്ങനെ പറഞ്ഞ് ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ ചെന്നായുടെ കഴുത്തിൽ പിടിച്ചു. അപ്പോൾ കുരങ്ങൻ ചെന്നായുടെ കണ്ണിലും ആ ഇലകളുടെ കറ പിഴിഞ്ഞൊഴിച്ചു. ഇപ്പോൾ സിംഹവും ചെന്നായും അന്ധനായി. അങ്ങനെ എല്ലാ മൃഗങ്ങളും അവരെ അവരുടെ വഴിക്ക് വിട്ടു. അപ്പോൾ ആന പറഞ്ഞു, കൂട്ടുകാരെ, ബുദ്ധിയാണോ വലുത് അതോ സിംഹമോ? ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ശബ്ദത്തിൽ ചിരിച്ചു. അങ്ങനെ സന്തോഷത്തിൽ ആഘോഷിച്ചു.